നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനിയുള്ള 10 വർഷം ഏറ്റവും നിർണായകമായിട്ടുള്ള ചില സമയം കൂടിയാണ്. കാരണം ലോകം തന്നെ കത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നാം കടന്നു പോകുന്നത്. ഒരു മൂന്നാം ലോക മഹായുദ്ധം നമുക്ക് പടിവാതിൽക്കലെത്തി നിൽക്കുന്നു എന്നുള്ള സൂചനകൾ ഗവേഷകർ നൽകിക്കഴിഞ്ഞിരിക്കുന്നു, വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 5 വർഷത്തിനുള്ളിൽ തന്നെ ആഗോള യുദ്ധമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു ചെല്ലുമെന്ന ഭീതിയാണുള്ളത്. റഷ്യയും ചൈനയും ഇറാനും കൈകോർത്ത് അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കാനുള്ള വമ്പനൊരു പദ്ധതി ഇതിന് പിന്നിൽ അണിയറയിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മൂന്നാം ലോക മഹായുദ്ധം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ഭൂരിഭാഗം ബ്രിട്ടീഷുകാരും ഇപ്പോൾ വിശ്വസിക്കുന്നത്. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചൊരിക്കലും അത് നടക്കരുത് എന്ന രീതിയിൽ വാശി പിടിക്കുകയാണ്. സൈനിക വിദഗ്ധരും ഇക്കാര്യം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ ആഗോള സംഘർഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നേക്കാം. അതിനുള്ള സാധ്യത 50%-ലധികമാണ്. ഒരു സർവേയിലൂടെ കണ്ടെത്തിയത് 53% ആളുകളും ഇത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ പ്രതിരോധ കാര്യങ്ങൾ മോശമായി കൈകാര്യം ചെയ്യുന്നുവെന്നാണ് ഇതിൽ കുറ്റപ്പെടുത്തൽ വന്നിരിക്കുന്നത്. 55%-ലധികം ആളുകൾ അത് വിശ്വസിക്കുന്നു. മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള ഭയമുള്ളതായി ജോയിന്റ് ഫോഴ്സ് കമാൻഡിന്റെ മുൻ കമാൻഡറായിട്ടുള്ള ജനറൽ സർ റിച്ചാർഡ് ബാരൻസ് പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടന്റെ സുരക്ഷ, സമൃദ്ധി, മൂല്യങ്ങൾ ഇതൊക്കെ തന്നെ അപകടത്തിലാണ്. അമേരിക്ക തങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല എന്നാണ് ഇതിൽ കരുതുന്നത്. സ്വന്തം പ്രതിരോധവും ദേശീയ പ്രതിരോധ ശേഷിയും ഒക്കെ തന്നെ പരിഹരിക്കാൻ ചില കഠിനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണം, അല്ലെങ്കിൽ വളരെ മോശമായ കാര്യങ്ങൾ സംഭവിച്ചേക്കുമെന്നാണ് കരുതുന്നത്. അത്തരത്തിലുള്ള ഒരു ആപത്കരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെ ഇപ്പോൾ നാം കടക്കുന്നു. അതിന് ഏറ്റവും ഉദാഹരണമായി എടുത്തു പറയുന്നത് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനു നേർക്ക് നടത്തുന്ന ആക്രമണം. ഇതിൽ ഒന്ന് മാത്രം ചിന്തിക്കുക: ചൈനയോ റഷ്യയോ ഇറാനൊപ്പം കൈകോർത്താൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഇന്ത്യയുടെ നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളെക്കുറിച്ച് കൂടി പറയുന്നത്. ഇന്ന് 4 കാലിൽ വീണിരിക്കുന്നു റഷ്യയ്ക്ക് മുന്നിൽ. റഷ്യ എന്ന രാജ്യം മാത്രമാണിന്ന് ഈ പ്രതിസന്ധിയിൽ നിന്നും ലോകത്തെ രക്ഷിക്കാനായിട്ടുള്ളതെന്ന വ്യാഖ്യാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. യൂറോപ്യൻ രാജ്യങ്ങളോടൊക്കെ തന്നെ ഇന്ത്യയോടടക്കം ശക്തമായി പറയുന്നു: റഷ്യയെ നിങ്ങൾ ഈ സാഹചര്യത്തിൽ ആശ്രയിക്കുക, ഈ പ്രശ്നം ഞങ്ങൾ വളരെ വേഗത്തിൽ പരിഹരിക്കാം. ലോകരാജ്യങ്ങളോട് കെഞ്ചുന്ന വൈറ്റ് ഹൗസിന്റെ ദയനീയ സ്ഥിതിയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരന്തരമായി റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്ത ഇന്ത്യയെയും ചൈനയെയും തടയാൻ മാസങ്ങളോളം പല ശ്രമങ്ങളും നടത്തിയ, താരിഫ് യുദ്ധം നടത്തിയ, ഭീഷണിപ്പെടുത്തിയ അമേരിക്ക തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പിനെ ലോകരാജ്യങ്ങളൊക്കെ തന്നെ പരിഹസിക്കുന്ന സാഹചര്യം, പ്രത്യേകിച്ചും ഇറാൻ. ഏറെ ദയനീയമായ നിലപാടിലേക്ക് തരംതാഴേണ്ടി വന്നിരിക്കുന്ന യൂറോപ്പിനെ പരിഹസിക്കുകയാണ് അബ്ബാസ് അരാഗ്ചി. ഈ സാഹചര്യത്തിൽ തലയെടുപ്പോടുകൂടി ഇന്ത്യയുടെ പടക്കപ്പലുകൾ ഹോർമുസ് കടന്നു വരുന്ന കാഴ്ച കൂടി ഒരു ഭാഗത്ത് കാണാം. ഒരു കപ്പലിനെയും അടുപ്പിക്കില്ല എന്ന് പറയുന്നു. ഏതെങ്കിലും കപ്പൽ തങ്ങളുടെ ശാസന ലംഘിച്ചുകൊണ്ട് കടന്നുപോയാൽ ബോംബിട്ട് തകർക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കുന്ന സാഹചര്യത്തിലാണ് ശിവാലിക് കപ്പൽ പാചകവാതകവുമായി, അതും നാവികസേനാ കപ്പലുകളുടെ അകമ്പടി പോലുമില്ലാതെ ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുന്നത്. ഈ ഇന്ത്യൻ കപ്പലിന്റെ ധൈര്യം, അതിൻ്റെ ചങ്കൂറ്റം, അതിൻ്റെ നിശ്ചയദാർഢ്യം, അതിൻ്റെ നയതന്ത്ര ഇടപെടൽ നടത്തിയത്, ഇത് തന്നെയാണ് ഇന്ന് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിൽ തന്നെയാണ് പാചകവാതകവുമായി ഇന്ത്യയുടെ കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുന്നത്. നാവികസേനാ കപ്പലുകളുടെ അകമ്പടി ഒന്നുമില്ലാതെയാണ് ഈ ശിവാലിക് ഹോർമുസ് കടലിടുക്കിലേക്ക് കടന്നുപോയത്. 40,000 മെട്രിക് ടൺ LPG വഹിക്കുന്ന ശിവാലിക് ഏകദേശം ഒരു 7 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ തീരത്തെത്തുമെന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഇന്ത്യയുടെയും ഇറാന്റെയും ഉന്നത നേതൃത്വങ്ങൾ തമ്മിൽ നിരവധി തവണയായി പല റൗണ്ട് ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഈ നിർണായക പുരോഗതിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞത്. ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് നിന്നും പുറപ്പെട്ട ശിവാലിക് കപ്പൽ മണിക്കൂറുകൾക്ക് മുൻപ് കടലിടുക്ക് ഭേദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പേർഷ്യൻ ഗൾഫിലെ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളൊക്കെ സജ്ജമായി നിലയുറച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വളരെ ധൈര്യപൂർവ്വം ഇന്ത്യൻ കപ്പൽ കടലിടുക്ക് കടന്നിരിക്കുന്നത്. ക്രൂഡ് ഓയിലുമായി റഷ്യയിൽ നിന്നുള്ള 2 കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നുവെന്ന വാർത്ത പുറത്തു വന്നു. അവർക്ക് അകമ്പടി സേവിക്കുകയാണ് ഇന്ത്യയുടെ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ. ലൈബീരിയൻ കപ്പലായിട്ടുള്ള സ്മൈറിനി, ഇന്ത്യൻ കപ്പലായിട്ടുള്ള ജഗ് പ്രകാശ് എന്നിവയാണ് ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുന്നത്. 1.4 മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണ് സ്മൈറിനിയിൽ ഉള്ളത്. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടില്ല. ചില കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്, അതും ഇറാന്റെ പ്രത്യേക അനുമതിയോടെ. ഇന്ത്യയിൽ ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ഇക്കാര്യം എടുത്തു ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലേക്കുള്ള സുരക്ഷിതമായ യാത്രയെക്കുറിച്ച് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ
മുഹമ്മദ് ഫതാലി നേരത്തെ തന്നെ അനുകൂലമായൊരു പരാമർശം നടത്തിയിരുന്നു. ഏവർക്കും ആശ്വാസകരമായ പരാമർശം. ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്താണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇത് ലോകരാജ്യങ്ങൾക്ക് വ്യക്തമാകുമെന്നായിരുന്നു ഇറാൻ അംബാസഡർ വാക്കുകൾ. ഇതിന് പിറകെ തന്നെയാണ് കടലിടുക്ക് വഴിയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ യാത്ര പുനരാരംഭിച്ചത്. അമേരിക്ക, ഇസ്രയേൽ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് വിലക്ക് തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് വേണ്ടി മാത്രം പ്രത്യേക അനുമതി ഇറാൻ നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ എണ്ണ കപ്പലുകൾ ആക്രമിക്കില്ലെന്നും ഇറാൻ വ്യക്തമായി ഉറപ്പ് നൽകിയിരുന്നു. സുരക്ഷിതമായി കടന്നുപോകാനുള്ള എല്ലാ സാഹചര്യവും ഇറാൻ ഒരുക്കും. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലൂടെയാണ് ഇക്കാര്യങ്ങളിൽ ധാരണയായത്. ഇന്ത്യയിലേക്ക് എണ്ണയും പാചകവാതകവും എത്തിക്കുന്നതിൽ ഹോർമുസ് കടലിടുക്കാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ചരക്ക് നീക്കം അങ്ങനെ തടസ്സപ്പെട്ടത് മൂലം ഇന്ത്യയിൽ പെട്രോൾ പാചകവാതക ക്ഷാമം ഉണ്ടാകുമോ എന്ന ആശങ്ക ഉയർന്നിരുന്നു. കേരളത്തിലടക്കം പല ഹോട്ടലുകളിലും നിലവിൽ LPG നിയന്ത്രണം വന്നത് കാരണം അടച്ചുപൂട്ടലിന്റെ വക്കിലായി എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. പുതിയ ചർച്ചകൾ നടത്തി ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങളിലേക്ക് ഇന്ത്യ കടക്കുമെന്നാണ് സൂചന കിട്ടുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഈ പ്രതിസന്ധി നേരിടാൻ ഇന്ത്യ ആകട്ടെ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിയെ കൂടുതലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ 45% വർധനവും രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഗ്രാമമേഖലയിലൊക്കെ LPGയുടെ ബുക്കിംഗ് ഇടവേള എന്ന് പറയുന്നത് 45 ദിവസമായി കർശനപ്പെടുത്തി. നഗരമേഖലകളിൽ ബുക്കിംഗ് 25 ദിവസമായി തന്നെ തുടരും. ഈ ഘട്ടത്തിലൊക്കെ തന്നെ ഏവരും പരിഹസിക്കുന്നത് അമേരിക്കയെ തന്നെയാണ്. അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ്. ലോകരാജ്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ചില സാഹചര്യങ്ങളെ പറ്റിയാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തടയാൻ മാസങ്ങളോളം ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയ അമേരിക്ക ആകട്ടെ ഇന്നിപ്പോൾ അതേ എണ്ണ വാങ്ങണമെന്ന് ലോകരാജ്യങ്ങളോട് യാചിക്കുന്നെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറയുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ വിരോധാഭാസങ്ങളും എണ്ണ നയതന്ത്രത്തിലെ ഇരട്ടത്താപ്പും ഒക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അരാഗ്ചി അമേരിക്കയെ കടന്നാക്രമിക്കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായി ആഗോള എണ്ണ വില ബാരലിന് $100 മുകളിലേക്ക് കുതിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്ന ഈ പരുക്കൻ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇറാൻ കടന്നുവരുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ മാസങ്ങളോളമായിരുന്നു അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയത്. എന്നാൽ ഇറാനുമായുള്ള യുദ്ധം 2 ആഴ്ച പിന്നിടുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങണമെന്ന് വൈറ്റ് ഹൗസ് കെഞ്ചുന്നു. റഷ്യക്കെതിരെ US പിന്തുണ ഉറപ്പാക്കാൻ ഇറാനെതിരെ നിയമവിരുദ്ധ യുദ്ധത്തെ പിന്തുണച്ച യൂറോപ്പിന്റെ നിലപാട് അതേറെ പരിതാപകരമാണെന്നാണ് അരാഗ്ചി പറയുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായതോടെ ആഗോള എണ്ണ വില വർദ്ധിച്ചിരുന്നു. പലയിടത്തും വിതരണം തടസ്സപ്പെട്ടു. ഇതൊക്കെ തന്നെ നിയന്ത്രിക്കാനായി ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന റഷ്യൻ എണ്ണ കപ്പലുകൾക്ക് അമേരിക്ക താൽക്കാലിക ഇളവ് നൽകി. ആ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ വിമർശനം. എണ്ണവില വർദ്ധിക്കുന്നത് റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക ലാഭമുണ്ടാക്കുന്നു എന്ന വാർത്ത പങ്കുവച്ചുകൊണ്ടാണ് അരാഗ്ചി പോസ്റ്റ് ചൂണ്ടിക്കാട്ടിയത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ മാസങ്ങളോളം തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു, സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അങ്ങനെയുള്ള രാജ്യമായ അമേരിക്ക ഇപ്പോൾ ഇറാനുമായുള്ള യുദ്ധം 2 ആഴ്ച പിന്നിടുമ്പോൾ ലോകരാജ്യങ്ങളോട് റഷ്യൻ എണ്ണ വാങ്ങാൻ വൈറ്റ് ഹൗസ് രാജിക്കുന്നു എന്നാണ് അരാഗ്ചിയുടെ ആരോപണം. റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് അമേരിക്ക ഇപ്പോൾ താൽക്കാലിക ഇളവ് അനുവദിച്ചത് ആഗോള വിപണിയിലെ എണ്ണക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞെങ്കിലും ഇത് ആത്യന്തികമായി റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക ലാഭമുണ്ടാകുന്നുവെന്നുള്ള വസ്തുതയുമുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടതോടെയാണ് വിപണിയിൽ വില കുതിച്ചുയർന്നത്. ഈ പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ നിലവിൽ ഉപരോധ പട്ടികയിലുള്ള റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് 30 ദിവസത്തെ താൽക്കാലിക ഇളവ് അമേരിക്ക നൽകേണ്ടി വരും. അങ്ങനെയാണത് പ്രഖ്യാപിച്ചത്. ട്രംപ് ഭരണകൂടം വ്യാഴാഴ്ച പുറപ്പെടുവിച്ച ഈ ഉത്തരവ് പ്രകാരം കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് വിവിധ രാജ്യങ്ങളിലേക്ക്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അവരുടെ ചരക്കെത്തിക്കാനായി കഴിയും. ഏപ്രിൽ 11 വരെയാണ് ഈ ഇളവ് പ്രാബല്യത്തിലുള്ളത്. എണ്ണവില നിയന്ത്രിക്കാനായി ഇന്ത്യക്കും റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക പ്രത്യേക അനുമതി കൊടുത്തു. മേഖലയിൽ യുദ്ധം നടക്കുന്നെങ്കിൽ പോലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ യാത്രയ്ക്കുള്ള തടസ്സവും ഇറാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള 2 LPG കപ്പലുകൾക്ക് അതുകൊണ്ടാണ് ഇറാൻ സുരക്ഷിത പാത ഒരുക്കിയത്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല സൗഹൃദം പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനം. ഇന്ത്യയിലെ ഇറാൻ അംബാസഡറായിട്ടുള്ള മുഹമ്മദ് ഫതാലി ഇക്കാര്യം എടുത്തു പറഞ്ഞതുകൂടിയാണ്. ഇന്ത്യയും ഇറാനും ഒരേ താൽപ്പര്യങ്ങൾ കൈകൊള്ളുന്നുവെന്നാണ് ഫതാലി പറയുന്നത്. സഹകരണവും സുഹൃത്ത് ബന്ധവും വഴി ഉടലെടുക്കപ്പെട്ട ഒരു ബന്ധമാണ് ഇറാൻ ഇന്ത്യ ബന്ധം. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇന്ത്യ പല രീതിയിൽ ഇറാനെ സഹായിച്ചിട്ടുണ്ടെന്നും ഫതാലി പറയുന്നു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ളത് പൊതുവായ താൽപ്പര്യങ്ങളും ചരിത്രപരമായ ബന്ധവുമാണ്. തന്ത്രപ്രധാനമായിട്ടുള്ള ഈ കടലിടുക്കിലൂടെ 2 കപ്പലുകൾക്ക് 2-3 മണിക്കൂറിനുള്ളിൽ സുരക്ഷിതമായി കടന്നു പോകാനുള്ള സൗകര്യമടക്കം ഇറാൻ ഉറപ്പാക്കി കഴിഞ്ഞു.
ആഗോള എണ്ണ വിപണി കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും ഇന്ത്യയും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക നയതന്ത്ര ബന്ധം ശക്തമായി തുടരുന്നു എന്നതിൻ്റെ സൂചന കൂടി ഇത്. റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ അമേരിക്കയുടെ ആവശ്യാനുസരണമുള്ള മാറ്റങ്ങളെ ഇറാൻ രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനാണ് ടെഹ്റാൻ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് വെള്ളിവാർത്ത ഇൻസൈഡ്.